ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വ്ലോഗാണ് നമുക്ക്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യം ഇന്ന് നമ്മൾ സാധിക്കാൻ പോവുകയാണ്. അതൊരു സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് പോണത്. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. പിള്ളേർ സ്കൂളിൽ പോയൊക്കെയാണ്. വീട്ടിൽ അച്ഛൻ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ രണ്ടുപേരും കൂടാണ് പോകുന്നത്. നമ്മൾ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് ഈ ഒരു കാര്യം. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട്, ഹോസ്പിറ്റൽ കേസും അതും ഇതുമൊക്കെ ആയിട്ട് ചെയ്യാൻ പോകാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പോഴത് ഇന്നതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വീട് വെച്ചിട്ടിപ്പം ഏകദേശം ഒരു 2 വർഷം ആവാൻ പോകുന്നു. അപ്പം അന്ന് വീട് വെക്കുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മൂന്നാംകുറ്റി സിയാർത്ത് മൂട് ജുമാ മസ്ജിദ് എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. അപ്പം അവിടെ നമ്മൾ നമ്മുടെ ഒരു നേർച്ചയായിട്ട് പായസം വെച്ച് കൊടുക്കാമെന്ന് നമ്മൾ നേർന്നിട്ടുണ്ടായിരുന്നു. കാരണം കുറേ നാളുകൊണ്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു നമുക്ക് വീടെന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ നമുക്കത് പറ്റിയില്ല. അപ്പം വീട് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അച്ഛന് വയ്യാതൊക്കെ ആയത്. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ നമ്മളെ കൊണ്ട് പറ്റിയില്ല. കുറേ പ്രാവശ്യം അതിനായിട്ട് ഇറങ്ങി തിരിച്ചെങ്കിലും അത് നടന്നില്ല. അപ്പം ഇപ്പോഴെന്തായാലും ഇനി അത് വെച്ച് താമസിപ്പിക്കേണ്ട. കാരണം നമ്മൾ ഓരോരുത്തടുത്ത് ഇങ്ങനെ അമ്പലങ്ങളിലായാലും പള്ളിയിലായാലും നമ്മൾ ഈ നേർച്ചകളൊക്കെ ഇട്ടേക്കുന്നത് നമുക്ക് തന്നെ ദോഷം വരുത്തി വെക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് അതങ്ങ് ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇതിന് മുന്നേ ഒരു ദിവസം പള്ളിയിൽ പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ ഈ വെച്ച് കൊടുക്കുമ്പോൾ അവിടുത്തെ പ്രാധാന്യമുള്ള ദിവസം നമ്മളത് ചെയ്താലല്ലേ അതിന് ബലം കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ അവിടെ പോയി തിരക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സിയാർത്ത് മൂട്ടിൽ വ്യാഴാഴ്ചയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത്. അപ്പം അന്നത്തെ ദിവസം കൊണ്ടു കൊടുക്കാനാണ് അവർ പറഞ്ഞത്. നമ്മൾ പായസം വെച്ച് അവിടെ കൊണ്ടു ചെന്ന് അവിടെ വരുന്ന ആളുകൾക്ക് അവിടെ ആ സമയത്ത് ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്ത് അവിടെ ആൾ വരുന്നത്. ഒരു 3 മണി ഒക്കെ കഴിയുമ്പോഴാണ് അവിടെ നല്ല ആളുണ്ടാവുന്നത്. അപ്പോൾ ആ സമയത്ത് വെച്ച് കൊണ്ടു കൊടുത്ത് നമ്മൾ തന്നെ അവർക്ക് കൊടുക്കണം എന്നാണ് അവിടെ ഉള്ളവർ പറഞ്ഞത്. അപ്പം നമ്മൾ അങ്ങനെ വിചാരിച്ച് ഞാനും അമ്മയും കൂടെ അപ്പോൾ ആ ഒരു സമയത്ത് പോവാം അങ്ങനെ വിചാരിച്ചിട്ടാണ് തീരുമാനിച്ചത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയാണ്. വൈകിട്ട് ആ സമയമായപ്പോഴത്തേക്ക് നല്ല മഴയായി. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം പള്ളിയിൽ ഈ മഴയൊക്കെ ആയിട്ട് ആളൊക്കെ ഉണ്ടാവുമോ, എന്താവും, നമ്മൾ ചെയ്യുന്നത് ഒരു ബലമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നൊക്കെയുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ കല്ലുംതാഴയിലെ ആ ഒരു റോഡിൻ്റെ അവസ്ഥയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെയാ ബ്ലോക്കും ഒക്കെ ആയിട്ട് എങ്ങോട്ടാണ് പോകേണ്ടുന്നേ എന്നൊന്നും അറിയാൻ പറ്റാത്ത റോഡിൻ്റെ അവസ്ഥയാണ്. കാരണം പല രീതിക്കായിട്ട് ഇങ്ങനെ ഡൈവേഷൻ കൊടുത്ത് ഇങ്ങനെ ഇട്ടേക്കാണ് റോഡ്. അപ്പോൾ അത് കാരണം അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഓട്ടോക്കാരൻ മാമനും പറയുകയാണ് ഭയങ്കര തിരക്ക്, സ്കൂൾ വിടുന്ന സമയമാണ്, നമ്മൾ പോയിട്ട് നമുക്ക് തിരിച്ച് പിള്ളേർ വരുന്നതിന് മുന്നേ വരാൻ പറ്റത്തില്ല എന്തായാലും. കാരണം അവിടെ നിന്ന് നമ്മളത് കൊടുക്കണം. അപ്പം നമുക്കത് പെട്ടെന്ന് വരാനും പറ്റത്തില്ല. അത് കൊടുത്ത് തീർക്കാതെ നമുക്ക് വരാനും പറ്റത്തില്ല. അപ്പോൾ എന്തായാലും മാമന് വേറെ ഏതോ ഓട്ടോ ഉണ്ട് ആ സമയത്ത്. പക്ഷേ എന്നാലും പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതിക്ക് നമ്മൾ ചെയ്താലല്ലേ നമുക്കതിൽ നിന്നൊരു തൃപ്തി ഉണ്ടാകത്തുള്ളൂ. കാരണം ഇത്രയും നാൾ കൂടി കാത്തിരുന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ പറഞ്ഞ് പള്ളി എത്താറായിട്ടുണ്ട്. അതാണ് സിയാർത്ത് മൂട് ജുമാ മസ്ജിദ് എന്ന് പറയുന്നത്. വലിയ പള്ളിയാണ്. ഭയങ്കര വിശ്വാസമുള്ള, ഭയങ്കര ശക്തിയുള്ള, നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു പള്ളിയാണത്. കാരണം എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ട്, പറയാറുണ്ട്, കുറച്ച് നേരം അവിടെ പോയി ഇരിക്കാറുണ്ട്. അപ്പോൾ അതാണ് പള്ളി. അങ്ങനെ നമ്മളവിടെ എത്തി. അങ്ങനെ പായസം എടുത്ത് അവിടെ കൊണ്ടുവച്ചു. എന്നിട്ടിങ്ങനെ ഓരോരുത്തർക്ക് ഗ്ലാസ്സിനകത്ത് മാമൻ ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് നമ്മൾ കൊണ്ടു കൊടുത്തു. ഓരോരുത്തർ വന്നവർക്കൊക്കെ നമ്മൾ കൊണ്ടു കൊടുത്തു. പിന്നെ അവിടെ നിന്ന് ഉസ്താദുമാർക്കും ഒക്കെ നമ്മൾ കൊണ്ടു കൊടുത്തു. അങ്ങനെ ആ ഒരു നേർച്ച
വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. എന്തോ ഒരു വലിയ മനസ്സമാധാനമാണ്. കാരണം കുറേ നാളുകൊണ്ട് നമുക്ക് ഈ വിഷമങ്ങളൊക്കെ വരുമ്പോൾ ഓരോരുത്തർ പറയാറുണ്ടല്ലോ, നമ്മൾ ഈ നേർച്ചകളൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ വരുന്നതെന്ന്. അങ്ങനെ ഒരു ഭയങ്കര ഒരു സങ്കടമായിരുന്നു ഇതിങ്ങനെ ഇട്ടേക്കുന്നത് കൊണ്ട്. കാരണം നമ്മൾ വീട് വെക്കാൻ തുടങ്ങിയപ്പം തൊട്ട് നമ്മൾ വിചാരിക്കുന്നതാണ് ഇത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അന്നും അതിന് പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയും നാളായി എന്നിട്ടും നമുക്കത് പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം നല്ലപോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്തോ മനസ്സിനൊരു വല്ലാത്ത സമാധാനമുണ്ട്. കാരണം നമ്മളത് ചെയ്തു, അത് തൃപ്തിയായി. കാരണം അവിടെ അന്നത്തെ ദിവസം അവിടെ കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ച് കഴിച്ചു. അതേപോലെ അവിടെ വയ്യാത്ത കുറേ അമ്മമാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുമൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റി. അപ്പോൾ അതിലൊരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുവാണ്. അപ്പം വീട്ടിലേക്ക് എത്താറായി കുറച്ച് ദൂരവും കൂടെ ഉള്ളൂ. ഈ കാണുന്നത് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള മാമ്പുഴ ശ്രീ ഇണ്ടിളയപ്പൻ ക്ഷേത്രം എന്ന് പറയുന്നൊരു അമ്പലമാണ് കേട്ടോ. ഇവിടെ ഭയങ്കര വലിയ ഉത്സവമൊക്കെ നടക്കുന്ന അമ്പലമാണ്. നമ്മളെ വീട്ടിൻ്റെ അടുത്താണ്. അത് മാമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ അമ്പലം ഉള്ളത്. അപ്പം നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് തിരിച്ച് വീട്ടിലോട്ട്. എന്തായാലും ശിവാനി വന്ന് കാണും വീട്ടിൽ. കുഞ്ഞാറ്റ വന്ന് കാണത്തില്ല. കാരണം നമ്മൾ 3:45 തോന്നുന്നു തിരിച്ച്. 3:45 4 മണി ആവാറായി നമ്മൾ തിരിച്ച് വീടെത്താറായപ്പോഴത്തേക്ക്. അപ്പോഴത്തേക്ക് ശിവാനി 3:20 ആകുമ്പോഴത്തേക്ക് ശിവാനി വരും. അപ്പം അച്ഛനുള്ളത് കൊണ്ട് അവൾ വന്ന് വീട്ടിൽ കയറി ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ആ ഒരു വലിയൊരു ആഗ്രഹം സാധിച്ചിട്ട് നമ്മളങ്ങനെ തിരിച്ചു തേണ്ട വീട്ടിലെത്തി. അപ്പം മാമൻ ഏതോ ഓട്ടം ഉണ്ട്. അത് കാരണം നമ്മളെ അവിടെ വഴിയിലിറക്കി, വീട്ടിൻ്റെ അടുത്ത് വഴിയിലിറക്കിയിട്ട് ഞാനും അമ്മയും കൂടെ വീട്ടിലോട്ട് നടന്നു പോവുകയാണ്. കൊച്ച് കള്ളിക്കൊച്ച് കള്ളിക്കൊച്ച് എന്തിയേ കള്ളിക്കൊച്ച് ടാറ്റ ബൈ ബൈ പറ. അങ്ങനെ നമ്മൾ വന്നപ്പോഴത്തേക്ക് അവൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.